ഇപ്പോഴും ആളുകൾ ഉറക്കത്തില്ല. 50 BB ചെയ്താൽ ഒരു 50 BB മാച്ച് ചെയ്തിരിക്കാം. 50 BB ചെയ്താൽ പോലും നമുക്ക് 3410 രൂപ കിട്ടും. ഒരു 50 BB ബിസിനസ് എങ്കിലും നമ്മുടെ ടീമിൽ ഒരു ദിവസം നടന്നാൽ ഒരു മാസം ഏകദേശം 1 ലക്ഷം രൂപയോളം നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് ഇവിടെയുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതാണ് നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു മാർക്കറ്റിംഗ് പ്ലാൻ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മനോഹാരിത എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും നാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മദർ പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. 2 കട്ട് ഓഫിലൂടെ വരുമാനം കിട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ജൂലൈ 1-ാം തീയതി മുതൽ ബയോട്ടോറിയം പുതിയ രൂപത്തിലേക്ക് പറഞ്ഞിരിക്കുക. പുതിയൊരു ബർത്ത് സംഭവിച്ചിട്ടുണ്ട്. അതാണ് റീപർച്ചേസ് എന്ന് പറയുന്നത്. റീപർച്ചേസ് ആണ് എപ്പോഴും ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. കാരണം പല പല ഉൽപ്പന്നങ്ങൾ കസ്റ്റമർക്ക് ആവശ്യമുണ്ടാവും. ആ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഒരേ പ്ലാറ്റ്ഫോമിൽ കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ വാങ്ങാൻ വേണ്ടി സാധിക്കും. ഇത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളൊരു നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിലുള്ള ഓരോ കസ്റ്റമേഴ്സും ആ ഉൽപ്പന്നങ്ങൾ അവർക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പല പല ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിലൂടെ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനമാണ് റീപർച്ചേസിങ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ള ഇതിനകത്ത് വിജയിക്കാൻ എല്ലാവർക്കും അറിയാം. നമ്മുടെ ടീം ബിൽഡിങ്ങിനെ കുറിച്ചൊക്കെ പല ക്ലാസ്സുകൾ എടുക്കുന്നതാണ്. നമ്മൾ വാങ്ങിയ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയ റിസൾട്ട് നമ്മളുടെ 2 പേരിലേക്ക് മാത്രം ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളാണിത്. 2 പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ അവർ വാങ്ങി ഉപയോഗിച്ച പ്രൊഡക്റ്റ് അവരുടെ 2 പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. കൃത്യമായ റിസൾട്ടുകൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അങ്ങനെ സത്യസന്ധമായ ബിസിനസ്സാണ്. അങ്ങനെ ആ 2, 4 അവരിലൂടെ 8, 16 ഇങ്ങനെ ടീം നമ്മൾ അറിയാതെ തന്നെ കുതിച്ചുയരും. അതാണ് അതിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ രീതിയിലേക്ക് പോകുമ്പോൾ നല്ലൊരു ടീമിനെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ആ ടീമിൽ ടീം മെമ്പേഴ്സ് പല പല ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ആണ് നമുക്കൊരു ഹ്യൂജ് എമൗണ്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നത്. എപ്പോഴും റിക്രൂട്ട്മെന്റ് നടക്കണമെന്നില്ല. നിങ്ങളൊരു 100 പേരുടെ ടീമിനെ ജീനിയസിൽ ഒരു 100 പേരും വിന്നർ സൈഡിൽ ഒരു 100 പേരും ഉള്ള ഒരു ടീമിനെ നിങ്ങൾ സൃഷ്ടിക്കൂ. ഈ 100 പേരെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാണ്. 100 പേരെ സൃഷ്ടിക്കാൻ വേണ്ടി നിങ്ങൾ 1 വർഷം എടുത്തോട്ടു, ഒരു കുഴപ്പമില്ല അല്ലേ. നിങ്ങൾ 2 വർഷം എടുത്തോ. എന്നാൽ പോലും ഞാൻ ഒരു കണക്ക് പറയാം. ഞാൻ നെഗറ്റീവ് എന്ന് വിചാരിക്കേണ്ട ലീഡേഴ്സ്. വളരെ മടിയന്മാരായ ആളുകൾക്കുള്ള പണിയാണ് ഞാൻ ഈ പറയുന്നത്. കുറെ മടിയന്മാര് വേണത് കയറി ഇരിപ്പുണ്ടല്ലോ ഇല്ലേ. അപ്പോ അവർക്കുള്ള ഒരു കണക്കാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് ഒരു 10 പേർ അച്ചീവ് ചെയ്യാൻ പറ്റുമോ? ആരും മിണ്ടുന്നില്ല. 1 വർഷം കൊണ്ട് 10 പേര്. അത് നടക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? 10 പേരാ ഞാൻ പറഞ്ഞത്. 10 പേര് ജീനിയസിലും 10 പേര് വിന്നേഴ്സിലും. 1 മാസം 1 പേർ പോലും വേണ്ട. ക്ലിയർ അല്ലേ? നടക്കൂലേ? കുറച്ച് ആളുകൾ നടക്കുന്നു പറഞ്ഞിട്ടൊക്കെ ലൈക്ക് അടിക്കുന്നുണ്ട്. ഉറപ്പല്ലേ? ഷാജി റസാഖ് ഭായി ഒന്ന് കേട്ടോ. 10 പേരുടെ ഒരു ടീം ഉണ്ടാക്കിയാൽ മതി നിങ്ങൾ. 10 പേര് ജീനിയസിലും 10 പേര് വിന്നേഴ്സിലും. നടക്കുമോ? എല്ലാവർക്കും നടക്കും. അപ്പൊ എത്ര കിട്ടും നിങ്ങൾക്ക്? ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം 10 പേർ മാച്ച് ചെയ്താൽ 68,200 രൂപ കിട്ടും. കിട്ടുമോ ഇല്ലയോ? കിട്ടൂലേ? യെസ്, 68,200 രൂപ നിങ്ങൾക്ക് 1 വർഷത്തെ വരുമാനം. 1 വർഷം. വളരെ മടിയന്മാർക്കുള്ള കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിരിക്കുന്നവരെ ആളുണ്ടല്ലോ, അവർക്ക് വേണ്ടിയുള്ള കണക്കാ പറയുന്നത്. 2ാമത്തെ വർഷമായി ഈ 10 പേരോട് നിങ്ങൾ ഇതേ പറയുന്നുണ്ട്, ഞാൻ ചെയ്ത പണി ഇതാണ്. ഈ 10 പേര് നിങ്ങളുടെ ടീമിൽ ഇപ്പുറത്തുണ്ട്, 10 പേര് അപ്പുറത്തുണ്ട്. അവരോട് എന്ത് ചെയ്യാം? ഒരു 10 പേരെ കൊണ്ടുവരാൻ പറഞ്ഞാൽ വളരെ സ്ലോ. അപ്പൊ ഇവിടെ 100 പേരായി, അപ്പുറത്തും 100 പേരായി. കറക്റ്റ് അല്ലേ? അപ്പൊ അടുത്ത വർഷത്തെ മാച്ചിങ് എത്രയാ? 100 മാച്ചിങ് അല്ലേ? ഇപ്പൊ 100 ഫാമിലി ബോണസ് അടിക്കും. 100 × 6,820 എത്രയായി? 6,82,000 കിട്ടുമോ? 6,82,000 രൂപ. 3ാമത്തെ വർഷം ഈ 100 പേരോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഒരു 10 പേരെ കൊണ്ടുവന്നാൽ മതി. 1 വർഷം നമ്മൾ കൊണ്ടുവന്ന പോലെ തന്നെ. അപ്പൊ 1000 പേരുടെ ടീമായി ജീനിയസിൽ, 1000 പേരുടെ ടീം വിന്നർ സൈഡിലുമായി. 1000 × 6,820 രൂപ എന്ന് പറഞ്ഞാൽ 68,20,000 രൂപ. ഇപ്പൊ 3 വർഷം കൊണ്ട് വെറുതെ ഉറങ്ങി നടന്നാലും, ആമയുടെയും മുയലിന്റെയും കഥ പറഞ്ഞ കണക്കെ ഉറങ്ങി നടന്നാൽ പോലും നിങ്ങൾക്ക് 68 പറഞ്ഞാൽ 70, 10, 80 പിന്നെ റീപർച്ചേസ് 1 കോടി രൂപ 3 വർഷം കൊണ്ട് നേടാം. 3 വർഷം കൊണ്ട് നേടാം. ഈ കണക്ക് വല്ലതും മനസ്സിലായോ?
മനസ്സിലായില്ലെങ്കിൽ പിന്നീട് എന്നെ കാണുമ്പോൾ ചോദിച്ചാൽ മതി, അപ്പൊ പറഞ്ഞുതരാം കേട്ടാ. സിമ്പിളായിട്ട് കിടന്നുറങ്ങിക്കൊണ്ട് ബിസിനസ് ചെയ്താൽ പോലും 3 വർഷം കൊണ്ട് 1 കോടി രൂപ നമ്മളെ ബയോടൂറത്തിലൂടെ നേടാൻ പറ്റും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. റീപർച്ചേസ് ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഏകദേശം ചെറിയ പരിപാടികൾ മാത്രം ചെയ്താൽ പോലും നിങ്ങൾക്ക് 1 കോടി രൂപ 3 വർഷം കൊണ്ട് നേടാം. മനസ്സിലായില്ലേ കണക്ക്? ഇല്ലേ ജനാർദ്ദന സാറേ? ആ, എല്ലാവർക്കും കണക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇത് പ്രതീക്ഷ കൈവിടേണ്ട ബിസിനസ് അല്ല, ഇത് പ്രതീക്ഷയോടെ ആവശ്യത്തോടെ എടുത്ത് ചെയ്യേണ്ട ബിസിനസ് ആണ്. ഈ കണക്കിലേക്കൊന്നും ആരും പോകണ്ട കേട്ടാ. ആ, ഇത് വളരെ സ്ലോ ആയിട്ട് ചെയ്യുന്നതിരിക്കുള്ള ഒരു കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി അതുകൊണ്ട് ഇന്നു മുതൽ ആരും വീട്ടിലിരിക്കുക. എന്റേത് 10 ആയിട്ടുണ്ട് കേട്ടോ ഈ വർഷത്തേത്. ഇനി 2026 തുടങ്ങുകയാണല്ലോ അല്ലേ? അപ്പൊ അടുത്ത വർഷത്തെ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്യും. ഞാൻ പറഞ്ഞ മടിയന്മാരായ നിങ്ങളുടെ ടീമിൽ ഇതിനകത്ത് വിശ്വാസം കുറഞ്ഞ ലീഡേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അവരെ വീട്ടിൽ ചെന്ന് കൊടുക്കാനുള്ള ഇഞ്ചക്ഷനാണ് ഞാനിപ്പോ തന്നത്. ഈ ഇഞ്ചക്ഷൻ കൊടുത്താൽ അവർ ഉറങ്ങുമോ? ഈ കണക്ക് പറഞ്ഞു കൊടുത്താൽ അവരൊക്കെ വന്ന് എഴുന്നേറ്റ് വരില്ലേ? ഈ 3 വർഷം കൊണ്ട് നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്താല് നിങ്ങൾക്ക് ഈ പറഞ്ഞ 68 ലക്ഷം 70 ലക്ഷം രൂപ ഉണ്ടാക്കാൻ പറ്റും എന്റെ ജനാർദ്ദന സാറേ? പറ, എന്തെങ്കിലും ചെയ്താൽ നടക്കുമോ? നടക്കുമോ? വെറും 10ന്റെ കണക്കാണ് ഞാനീ പറഞ്ഞത്, വെറും 10ന്റെ കണക്ക്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇനി നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് അല്ലാതെ വേറെ മാർഗമില്ല. കാരണം എഐയുടെ കടന്നുകയറ്റമാണ് എല്ലാ സ്ഥലത്തും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പല മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞു. ഡ്രൈവർ ഇല്ലാത്ത കാർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല, അതുകൊണ്ട് ഞാൻ അതൊന്ന് നോക്കാൻ വേണ്ടി നോക്കാം. ഡ്രൈവർ ഇല്ലാത്ത കാർ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. മനസ്സിലായ? ഡോക്ടേഴ്സ് വേണ്ട, ഏതോ 1-2 ഡോക്ടർ മതി. AI തന്നെ കംപ്ലീറ്റ് രോഗനിർണയം നടത്തി സർജറി വരെ ചെയ്യും. കറക്റ്റ് ആയിരിക്കും, 100% ആയിരിക്കും അത്. അപ്പൊ തൊഴിലവസരം നഷ്ടപ്പെടാൻ വേണ്ടി പോവാം. അധ്യാപകരെ വേണ്ട, എല്ലാം ഓൺലൈനിൽ അല്ലേ? എല്ലാം AI ആണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടില്ലേ? ആരാ ഇട്ടത്? അത് ഷീബയാണെന്ന് തോന്നുന്നില്ല, നമ്മുടെ ഷീജ, കുന്നമംഗലം. മുടി വെട്ടുന്ന വീഡിയോ കണ്ടില്ലേ? മെഷീനകത്ത് ഇങ്ങനെ തല വെച്ച് കൊടുത്താൽ മതി. അപ്പൊ ഏത് മോഡൽ വേണമെന്ന് വെച്ചാൽ സ്വിച്ച് അമർത്താം അവിടെ, അല്ലേ? ഏത് മോഡൽ കട്ടാണെന്ന് വെച്ചാൽ തല അങ്ങോട്ട് വെച്ച് കൊടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് മുടി വെട്ടി ഇങ്ങോട്ട് വരിക. AI ആണ്. അങ്ങനെ സകല സമസ്ത മേഖലകളിലും ഇനി AI കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തൊഴിൽ എന്ന് പറയുന്നത് ഇനി ചിന്തിക്കണ്ട. അതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം, അവരെ നല്ല അറിവുള്ളവരാക്കി മാറ്റണം. എത്ര വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അത്രയും വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കണം, ഒരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് മാറിയിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഡയറക്റ്റ് സെല്ലിങ്ങിനാണ് ഇനി സാധ്യത. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കടന്നു വരാൻ നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അവർക്ക് കൊടുക്കുന്ന ഒരു മോട്ടിവേഷൻ എന്താണ്? ഒരു വൈറ്റ് കോളർ ജോബാണ് അല്ലെ? ഏത് സാധാരണക്കാരന്റെ മനസ്സിലും ആ കുട്ടിയെ LKG കൊണ്ട് ചേർക്കുമ്പോൾ ചിന്തിക്കുന്നതാ, എന്റെ മകള് ഒരു ഡോക്ടർ ആവട്ടെ, എന്റെ മകൻ ഒരു ഡോക്ടറായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവിടെയൊക്കെ കൊണ്ട് ചേർക്കുന്നത് അല്ലെ? അല്ലെങ്കിൽ സ്കൂൾ കൊണ്ട് ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ ആദ്യം അക്ഷരം കുറിക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവും, ആ അമ്മയുടെയും അച്ഛന്റെയും മനസ്സിൽ സങ്കല്പം ഉണ്ടാവും ഇല്ലേ? ഒരു വൈറ്റ് കോളർ ജോബാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, വൈറ്റ് കോളർ ജോബിന്റെ എല്ലാം കാലഘട്ടം തീരാൻ വേണ്ടി പോവാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അവിടെ നല്ലൊരു വരുമാനം കിട്ടും, നല്ലൊരു അംഗീകാരം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ വൈറ്റ് കോളർ ജോബിനെ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റും, അതിനേക്കാൾ നല്ല ഒരു എന്താ പറയാ, ഒരു പാസീവ് ഇൻകം കിട്ടുന്ന രീതിയിലേക്ക്, ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്കൊരു കരിയറായിട്ട് ഒരു ഡോക്ടറുടെയും ഒരു എഞ്ചിനീയറുടെയും ഒരു അഡ്വക്കേറ്റിന്റെയും ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെയും ഒക്കെ പോലുള്ള അതിനേക്കാൾ നല്ലൊരു കരിയറായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന, തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയി മാറിക്കഴിഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് ഒരു ഡോക്ടർക്കാണെങ്കിലും അവർക്ക് ഇൻകത്തിന് വരുമാനത്തിന് കണക്കുണ്ടാവും. അവിടെ ലിമിറ്റഡ് ഇൻകം കിട്ടത്തുള്ളൂ അല്ലേ? ഒരു സാധാരണക്കാരൻ നമുക്കറിയാം, ഒരു MBBS പഠിപ്പിച്ചു കഴിഞ്ഞാലൊന്നും ജോലി കിട്ടത്തില്ല. പിന്നെ അതിന്റെ അടുത്ത MD ചെയ്യണം ഇല്ലേ, PG ചെയ്യണം, കോടാനുകോടി രൂപ ചെലവാക്കിയാലും അവിടെ ഒരു ഇൻകം ലിമിറ്റഡ് ഇൻകം ആണ്. അതുകൊണ്ട് പഠിപ്പിക്കേണ്ടെന്നല്ലോ ഡോക്ടേഴ്സ് വേണ്ടെന്നല്ല പറഞ്ഞതിനർത്ഥം. അവിടെ ഇൻകം ലിമിറ്റഡ് ആണ്. പക്ഷെ ഇവിടെ ഒരു സാധാരണക്കാരനായി നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആവേശത്തോടെ വലിയ സ്വപ്നങ്ങൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ പരാജയപ്പെടുന്നത് എന്തുകൊണ്ട് വെച്ചാൽ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ് പരാജയപ്പെടാനുള്ള കാരണം. വലിയ സ്വപ്നങ്ങൾ ആരൊക്കെ കാണുന്നുവോ അവരാണ് അച്ചീവേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. ചെറിയ സ്വപ്നങ്ങൾ കണ്ടാൽ നേടിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു, പിന്നെ അതിനുശേഷം അതിന് വളർച്ചയില്ലാതെ പോകുന്നു. അപ്പൊ എത്ര വലിയ സ്വപ്നങ്ങൾ നമുക്ക് കാണാനും നേടിയെടുക്കാനും സാധിക്കുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അല്ലേ? എത്ര ആളുകൾ കേരളത്തിൽ നേടിയെടുത്തിരിക്കും. ഞാൻ പറഞ്ഞു നേരത്തെ ഷംസുദ്ദീൻ സാറിന്റെ പേര് പറഞ്ഞു ഇല്ലേ, മുബീൻ മുഹമ്മദിന്റെ പേര് പറഞ്ഞു. വെറും സാധാരണക്കാരന്റെ കുടുംബത്തിൽ ജനിച്ച ആളാണ് അവരൊക്കെ ഇല്ലേ? അതുപോലെ തന്നെ വയനാട്ടിൽ ജനിച്ചു വളർന്ന ഇല്ലേ കൂലിപ്പണിക്കാരായ മക്കളുടെ മകൻ ഇന്ന് ആരാ ഇല്ലേ?
ഇല്ലേ? കൂലിപ്പണിക്കാരായ അച്ഛനും അമ്മയും അവരുടെ മകനായി ജനിച്ചു, ഇല്ലേ? വയനാട്ടുകാരൻ ഇന്നാരാണ്? എത്ര കോടിയുടെ അസറ്റാണ് അദ്ദേഹത്തിനുള്ളത്? ആലോചിച്ച് നോക്കണം നിങ്ങൾ. എത്ര എത്ര ലീഡേഴ്സ്. തൃശ്ശൂരായ നമ്മുടെ നമ്മുടെ അശോകൻ സാറ് ഇല്ലേ? അദ്ദേഹത്തിന്റെ കാലശേഷവും ഇന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയും കുടുംബവും ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ മാസവും പാസീവ് ഇൻകം ആയിട്ട് വാങ്ങുന്നത്. ഇത് നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നോമിനേഷൻ ഫെസിലിറ്റി നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളിലേക്ക് നമ്മുടെ ഈ ബിസിനസ് മാറ്റി കൊടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. വേറെ ആർക്കും മനോഹാരിതയില്ല. നമ്മൾ എന്ത് ബിസിനസ് ചെയ്താലും ചിലപ്പോൾ നമ്മുടെ കാലശേഷം ബിസിനസ് മുന്നോട്ട് പോകണമെന്നില്ല, പറ്റിയ സ്കില്ലുള്ള തൊഴിലാളികൾ ഉണ്ടാകണമെന്നില്ല, ചിലപ്പോൾ അത് പൂട്ടിപ്പോകാറുണ്ട്. നമുക്ക് കാണാം അല്ലെ? എത്രയോ നമ്മുടെ നാട്ടിൽ കാണാറുണ്ടത്. പക്ഷെ ഇവിടെ ഒരു നോമിനേഷൻ ഫെസിലിറ്റി കൂടി നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ മനോഹാരിത. നിങ്ങൾക്ക് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാനില്ലെങ്കിൽ, നിങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലാത്ത ആളാണ്, അല്ലെങ്കിൽ ഒരു സ്ഥലമോ വീടോ ഒന്നുമില്ല, ഏക്കർ കണക്കിന് സ്ഥലം ഒന്നും നിങ്ങളുടെ കുട്ടികൾക്ക് വിതരണം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നിങ്ങളോട് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ ഡയറക്ട് സെല്ലിങ് ഏറ്റെടുത്തോളൂ. മനസ്സിലായ? ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തോളൂ. ഇന്ന് മുതൽ നിങ്ങൾ തുടങ്ങൂ. ഇന്ന് മുതൽ തുടങ്ങിയിട്ട് ഈ 3 വർഷം കൊണ്ട് 1 കോടിയുടെ കണക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഈ ഇന്ന് തുടങ്ങിയാൽ നിങ്ങൾക്ക് ഈ 3 വർഷത്തിനുള്ളിൽ 1 കോടി നേടാൻ പറ്റും. അത് മതി എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങളുടെ കുട്ടികൾക്ക് വലിയൊരു സമ്പാദ്യമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാലശേഷവും നോമിനേഷൻ ഫെസിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ മനോഹാരിത എന്ന് പറയുന്നത്. ഇതൊന്നും പലരും തിരിച്ചറിയാതെ വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടന്ന് 2 ഫാമിലി പാക്കും വിറ്റ് ഒരു സോറിയാസിസ് മാറി, തൈറോയിഡ് മാറി, വെരിക്കോസ് മാറി എന്ന് പറഞ്ഞ് നടക്കാതെ ഇതിന് ഡെപ്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇതിന്റെ സാധ്യതകൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കണം എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്. അതുകൊണ്ട് വലിയൊരു അവസരമാണ് ഇവിടെ നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാകുക എന്നുള്ളതാണ്. എപ്പോഴും നമ്മളിവിടെ വിജയിക്കുന്നത് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യുമ്പോഴാണ്. ടീമിന്റെ എണ്ണത്തിനനുസരിച്ചാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് നല്ല ടീമിനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് വിജയിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങണം. കംഫർട്ട് സോൺ പൊട്ടിച്ചിറങ്ങാൻ വേണ്ടി സാധിക്കണം. ഇവിടെ കംഫർട്ട് സോണിലാണ് എല്ലാവരും ഇരിക്കുന്നത്. മനസ്സിലായ? ഈ കംഫർട്ട് സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വലിയ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് എത്താൻ വേണ്ടി സാധിക്കില്ല. എപ്പോഴും നമ്മൾ തുടക്കത്തിൽ, ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് വളരെ സജീവമായിട്ട് 24 മണിക്കൂറും ഫീൽഡിൽ ഓടായിരുന്നു. ഓരോ സ്ഥലങ്ങളിലും പോയി ആളുകളെ കണ്ട് കളിയാക്കലുകളും പുച്ഛിക്കലും കുറ്റപ്പെടുത്തലുകളും നോ 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 എന്ന് പറയുന്ന വാക്കുകളൊക്കെ കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ ആദ്യം വളരണം എന്നുള്ളതാണ്. ഇത് എന്താ പറയുക, ഇത് പരവതാനി വിരിച്ച് നിങ്ങൾ സ്വീകരിക്കുമൊന്നുമില്ല ആളുകൾ. കാരണം ഞാൻ പറഞ്ഞു നേരത്തെ ഇല്ലേ, ഈ ഇൻഡസ്ട്രിയിൽ കളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പലതും. പക്ഷെ ഇന്നതെല്ലാം മാറി. അപ്പൊ നമ്മൾ കുറെ ആളുകളെ വലിയ ആവേശത്തോടു കൂടിയിട്ട് കേട്ട് ഇല്ലേ, ബലൂൺ വീർപ്പിച്ച പോലെ വലിയ ആവേശത്തോടു കൂടിയിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും. അതൊക്കെ വരുമ്പോൾ ചില ആളുകൾ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തിപ്പോകുന്ന ആളുകളാണ് ഇതിനകത്ത് പരാജയപ്പെട്ടിരുന്ന ആളുകൾ. സ്റ്റിക്ക് ഓൺ ചെയ്ത് ആരൊക്കെ നിന്നിട്ടുണ്ടോ ഡയറക്ട് സെല്ലിങ്ങിൽ, അവരെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. അവരെല്ലാം അച്ചീവേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. വേറെ എന്തോ ഓപ്ഷൻ ഉണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം? വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ ഇത്രയും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട്? ഇല്ലേ? ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ റീപർച്ചേസ് കൂടി വന്നതോട് കൂടിയിട്ട് ഇതാ കഴിഞ്ഞ ദിവസം ഓഫീസിൽ ഇന്ന് കുറെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി റീപർച്ചേസ് പ്രൊഡക്റ്റുകൾ അടുത്ത ദിവസങ്ങളിൽ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. അവരുടെ ചെറിയ ചെറിയ പേസ്റ്റ്, ഷാമ്പൂ, സോപ്പ്, നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം തന്നെ ഒരു കൊട്ടക്കയിൽ കിട്ടുന്ന ഒരു സംവിധാനം വരികയാണ്. അതിന്റെ വർക്കിലാണ് അവിടെ ഈ 27, 28 തീയതികളിൽ 1 CR അച്ചീവ്, അത് ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന റാങ്ക് അച്ചീവ് ചെയ്ത ആളുകളുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സാഗർ സാർ വിളിച്ചിട്ടുണ്ട്. ഞാൻ പോകുന്നുണ്ട് അവിടെ. 27, 28 2 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ് അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതും കൂടി കഴിയുമ്പോഴേക്കും വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമ്മുടെ ഈ ബയോട്ടോറിയത്തിൽ വരാൻ വേണ്ടി പോവാം. നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻകം ഫ്ലോ കൂടി വരാൻ വേണ്ടി പോവാണ്. അപ്പൊ അതുകൂടി വന്നു കഴിയുമ്പോൾ ഒരു എന്താ പറയാ, നമ്മൾ പ്രതീക്ഷിക്കാത്തത്രയും ഒരു ഹ്യൂജ് ഇൻകത്തിലേക്ക് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് നമ്മളെല്ലാം എത്തപ്പെട്ട ഇൻഡസ്ട്രി, അതിലെ നമ്പർ 1 കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്നുള്ള ഒരു ആത്മാഭിമാനത്തോടെ നിങ്ങൾക്ക് ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. പക്ഷെ ഇപ്പോഴും നമ്മൾ ഇതിനെ കളിയാക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? നമുക്കറിയാം, ഈ ഇൻഡസ്ട്രീനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് ഇതിനെ കളിയാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ ഡൊണാൾഡ് ട്രംപ്, യഥാർത്ഥത്തിൽ ഈ ഡൊണാൾഡ് ട്രംപ് ആയത് തന്നെ ഡയറക്ട് സെല്ലിങ്ങിലൂടെയാണ്. അദ്ദേഹത്തിന് അല്ലേ സ്വന്തമായിട്ട് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ഉണ്ട്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി നടത്താൻ പറ്റുമെങ്കിൽ നമ്മളെ പോലത്തെ ഒരു സാധാരണക്കാരന് ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്തൂടെ?
ആലോചിച്ച് നോക്കണം നിങ്ങൾ. അദ്ദേഹം ആരാണ് അല്ലെ? അമേരിക്കൻ പ്രസിഡന്റാ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതൊന്നും പലർക്കും അറിയില്ല. ഒരു കാലത്ത് ഇത് കളിയാക്കപ്പെട്ടപ്പോൾ ഇന്ന് പാഠ്യവിഷയമാണിത്. യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലൊക്കെ ഡയറക്ട് സെല്ലിങ്ങിനെ കുറിച്ച് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണും, തമിഴ്നാട്ടിലൊക്കെ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഇല്ലേ ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി. ഇതൊക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകൾക്ക്. ഇപ്പോഴും ഇതിനെ അന്ധമായിട്ട് എതിർക്കുന്ന ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഫീൽഡിൽ പോയപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള പല ലേഡീസിനെയൊക്കെ വിളിച്ചിട്ട് ആളുകൾ കളിയാക്കി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പലരും ഇതിപ്പോഴും അറിഞ്ഞിട്ടില്ല. അവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഒക്കെ നേരം വെളുത്ത് വരും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇനി അങ്ങോട്ടുള്ള ഒരു 15 വർഷം ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമാണ്. ഇന്ത്യൻ ഡയറക്ട് സെല്ലിങ്ങിന്റെ സുവർണ കാലഘട്ടമാണ് വരാൻ വേണ്ടി പോകുന്നത്. ഒരു സംശയവും വേണ്ട. സാധാരണക്കാരന്റെ കുട്ടികളും ബിസിനസ്സുകാരന്റെ കുട്ടികളും അതുപോലെ തന്നെ സെലിബ്രിറ്റീസിന്റെ കുട്ടികളും തെരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഒരു സംശയമില്ല കാര്യത്തിൽ. എല്ലാവരും തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. അപ്പൊ അതിന്റെ വക്താക്കളായിട്ട്, അതിന്റെ ലീഡേഴ്സ് ആയിട്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾ ഇപ്പൊ ഇന്നത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മളാണ് ഇനി ഇതിനെ നയിക്കേണ്ടത്. അപ്പൊ നമ്മൾ നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും വലിയ വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഭാവിയിൽ നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രമൊക്കെ പറയും പോലെ ഇല്ലേ, ഡയറക്ട് സെല്ലിങ്ങിന്റെ ചരിത്രം പറയുമ്പോൾ അതിലും നിങ്ങളുടെ എല്ലാം ഓരോരുത്തരുടെയും പേരുകൾ അതിനകത്ത് തങ്കലിപികളാൽ ചേർക്കപ്പെടും. ഒരു സംശയം വേണ്ട. ആ രീതിയിൽ അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരണം ഇതിനെ കുറിച്ചിട്ട്. ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ടും കാര്യമില്ല. നിങ്ങൾക്കുള്ളിൽ നിന്ന് എനിക്കത് സാധിക്കും, ഞാൻ ഇതൊരു അച്ചീവറായി മാറും എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കണം എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. അവിടെയാണ് നിങ്ങളുടെ വിജയം കുടികൊള്ളുന്നത്. അകത്തുനിന്ന് വരണം. അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഇവിടെ ഒരുക്കി തരുന്നുണ്ട്. അതിനുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ നമ്മളുണ്ട്. ഓരോ സ്ഥലത്തും അതിനുള്ള പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സൂമിലൂടെ ആയാലും ഫിസിക്കലായാലും. നാളെ എറണാകുളത്ത് ഡോക്ടർ സുമേഷ് സാറും അതുപോലെ തന്നെ രമേശൻ സാറും പങ്കെടുക്കുന്ന ഒരു ട്രെയിനിങ് സെഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിനകത്ത് വിജയിക്കാൻ വേണ്ടി സാധിക്കും ഈ ഇൻഡസ്ട്രിയിൽ. കാരണം ഇത്രയും അല്ലെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിന് എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്താൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് വിജയിക്കാൻ വേണ്ടി സാധിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടൊരു വെൽനസ് സംവിധാനത്തിലൂടെ നമുക്ക് എങ്ങനെ വിജയിക്കാൻ വേണ്ടി സാധിക്കും. അതിന് ഗോളുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ആ സെറ്റ് ചെയ്ത ഗോളുകൾ നേടുന്നതിന് എന്തൊക്കെ ചെയ്യും. ഇപ്പോൾ ഗോളുകൾ സെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ല പലരും വിജയിക്കാതെ പോകുന്നത്. സെറ്റ് ചെയ്ത ഗോളുകളിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ സെറ്റ് ചെയ്ത ഗോളുകളിലേക്ക് എങ്ങനെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകുന്ന ഒരു ട്രെയിനിങ് സെഷനാണ് നാളെ എറണാകുളത്ത് വെച്ച് നടക്കുന്നത്. അതുകൊണ്ട് രജിസ്റ്റർ ചെയ്തവരെല്ലാം രാവിലെ 9:30 മണിക്ക് എത്തണം. 10 മണിക്ക് ഷാർപ്പ് നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെ ആരെങ്കിലും ഇനി ബാക്കിയുണ്ടെങ്കിൽ അഭിലാഷ് സാറായിട്ട് ബന്ധപ്പെടുക. സീറ്റ് ഉണ്ടോ എന്ന് അറിയില്ല. അഭിലാഷ് സാറായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇന്ന് തന്നെ ബാക്കിയുള്ളവർ ആ സീറ്റ് ബുക്ക് ചെയ്തിട്ട് ആ പ്രോഗ്രാമിൽ എത്തിച്ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ കണ്ണൂർ ഭാഗത്തുള്ള ലീഡേഴ്സ് എല്ലാം തന്നെ ഇന്ന് കണ്ണൂർ മെഗാ BOP നടക്കുകയാണ്. അവിടെ നമ്മുടെ ഈ മാഗ്നറ്റിസത്തിനെ കുറിച്ചുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്ലാസ് ഇന്ന് അവിടെ നടക്കുന്നുണ്ട്. അരുൺ കൃഷ്ണ എന്ന് പറയുന്ന നല്ലൊരു ലീഡറാണ് ആ ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പുതിയ ഗസ്റ്റുകളുമായിട്ട് ആ പ്രോഗ്രാം സെന്ററിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഇത് ഏറ്റെടുക്കുക. ഇത് സ്വന്തമായിട്ട് വിജയിക്കണം എന്നുള്ളൊരു മനോഭാവത്തെ കൂടി ഏറ്റെടുക്കുക. ലീഡേഴ്സിന് വേണ്ടി ഏറ്റെടുക്കാതിരിക്കുക. കംഫർട്ട് സോൺ പൊട്ടിച്ചെറിയുക. ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതിനെല്ലാം തരണം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് ഇറങ്ങുക. ലോകത്ത് വിജയിച്ചവരെല്ലാം തന്നെ കണ്ണീരോട് പടവെട്ടിയവരാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ. നിങ്ങൾ ചരിത്രം പരിശോധിച്ച് നോക്കണം. കണ്ണീരോട് പടവെട്ടിയവർ മാത്രമേ ലോകത്ത് വിജയിച്ചിട്ടുള്ളൂ ഇല്ലേ? ഓരോ ആളുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇല്ലേ? ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അംബാനിമാരുടെ കഥ നമ്മൾക്കറിയാം ഇല്ലേ? അംബാനിയുടെ ഇല്ലേ, അദ്ദേഹം പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ നിന്ന ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്നു. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അംബാനിയുടെ ചരിത്രം നമ്മൾ വായിച്ചു പഠിക്കണം ഇല്ലേ? അവിടെ നിന്നാണ് എൻ്റെ പൊന്നു സുഹൃത്തുക്കൾ ഇന്ന് ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കുന്ന രീതിയിൽ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി സാധിച്ചത്. അവിടെയും ആ കണ്ണീർ ഒഴുകിയിട്ടുണ്ട് ഇല്ലേ? അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ഓരോ ആളുകളെയും ചരിത്രം പരിശോധിച്ച് നോക്കണം നിങ്ങൾ. അല്ലാണ്ട് ഈ പണക്കാർ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവരൊന്നുമല്ല. അത് മനസ്സിലാക്കണം, അത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന നമ്മുടെ MA യൂസഫ് അലി സാർ, അദ്ദേഹം സാധാരണക്കാരനായിട്ട് ഗൾഫിലേക്ക് പോയ ഒരാളാണ്. ഉരുകേറിപ്പോയി എന്നാണ് പറയണം. ബോംബെ ചെന്നിട്ട് അവിടെ പോയിട്ട് ഒരു കടയിൽ ജോലിക്ക് നിന്ന ആളാണ് അദ്ദേഹം. ഇന്ന് എവിടെയായി ഇല്ലേ? ഇന്ന് അദ്ദേഹത്തിന് മാളുകളില്ലാത്ത രാജ്യങ്ങളില്ലാത്ത ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറുകയാണ്.
മനസ്സിലായ? കണ്ണീരാണ്. മലപ്പുറത്തെ കുട്ടിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? 4ാം ക്ലാസ് വരെ പഠിച്ച് പാത്രം ചുമന്നുകൊണ്ട് അലുമിനിയം പാത്രങ്ങൾ വീടുകളിലേക്ക് ചുമന്നുകൊണ്ട് വിറ്റ് നടന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ചരിത്രം പഠിച്ചിട്ടുണ്ടാവും. വീട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് ബാക്കി വന്ന് പെങ്ങളെ കെട്ടിച്ച് ആ പൈസയും കൊണ്ട് ഗൾഫിലേക്ക് പോയ ആളാണ് കുട്ടിക്കായ എന്ന് പറയുന്ന മുഹമ്മദ് കുട്ടി അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ അസറ്റ് എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഏകദേശം 300 കോടിയിലധികമാണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കണ്ണീരാണ് അവിടേക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ കണ്ണീര് വരുന്ന ആളുകൾ വിചാരിക്കേണ്ടത് നമുക്കൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതൊക്കെ വലിയ വലിയ ബിസിനസ്സുകാർക്ക്, അവരൊക്കെ അവരുടെ ചരിത്രം പഠിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതിനേക്കാൾ വളരാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിനേക്കാൾ വളരാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അത് ട്രഡീഷണൽ ബിസിനസ്സിലൂടെയാണ് അവരെല്ലാം വളർന്നിട്ടുണ്ടെങ്കിൽ ഈ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിലൂടെ നിങ്ങൾക്ക് എത്ര കോടി വേണമെങ്കിലും നേടാൻ വേണ്ടി സാധിക്കും. സ്വന്തമായിട്ട് ഫ്ലൈറ്റും സ്വന്തമായിട്ട് ദ്വീപുകൾ പോലെ വാങ്ങിച്ച ആളുകൾ ഇല്ലേ? 1ഉം 2ഉം ഫ്ലൈറ്റും ഒക്കെ ആയിട്ട് നടക്കുന്ന എത്രയോ വിദേശികളുണ്ട് ഇവിടെ ഈ ഡയറക്ട് സെല്ലിങ്ങിലൂടെ വന്ന് വിജയിച്ച ആളുകൾ. നമുക്കിപ്പോ ഇതൊക്കെ പുതുചരിത്രമായിട്ട് തോന്നാം. ഭാവിയിൽ നിങ്ങൾ കണ്ടോളൂ, ഈ കേരളത്തിലും അത് സംഭവിക്കാൻ വേണ്ടി പോവാ. ഒരു സംശയം വേണ്ട. 1 കോടിയും 2 കോടിയും ഒന്നുമല്ല. ഈ 1 കോടി സ്വപ്നങ്ങളൊക്കെ അങ്ങ് വിട് സലീം സാറേ കേട്ടാ. 1 കോടിയും 2 കോടിയും അല്ല, 100 കോടിയും 500 കോടിയോ 1000 കോടിയൊക്കെ നിങ്ങൾക്ക് സ്വപ്നം കാണാൻ വേണ്ടി സാധിക്കണം. ആ രീതിയിലേക്ക് നമ്മൾക്ക് വളരാൻ വേണ്ടി സാധിക്കണം. അത്രയും സ്ട്രോങ് ആയ ഒരു ഇൻഡസ്ട്രിയുടെ പവറാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയുടെ പവർ, ഒരു പാഷനായിട്ട് ഇതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ എന്ത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും. പാഷനായിട്ട് ഏത് ഫീൽഡിൽ നിങ്ങൾ പാഷൻ നോക്കിക്കോളൂ അല്ലേ? രജനീകാന്ത് ഇല്ലേ? സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു കണ്ടക്ടറായിട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞ് നടന്ന ആളാണ്. ആലോചിച്ച് നോക്കണം. അദ്ദേഹം അത് പാഷനായിട്ട് ഏറ്റെടുത്തപ്പോ ഇന്ന് രജനീകാന്ത് ഒരു കാർ നിങ്ങൾ അദ്ദേഹത്തിന്റെ കാല് കണ്ടാൽ മതി, ആൾക്കാർ എന്ന് പറഞ്ഞിട്ട് അട്ടത്തേക്കും ഇല്ലേ? പാഷനായിട്ട് ബയോട്ടോറിയത്തെ ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം നിങ്ങൾക്ക്. അവിടെയാണ് വിജയം എന്ന് പറയുന്നത് ഇല്ലേ? സച്ചിൻ തെണ്ടുൽക്കറിന്റെ കഥ അറിയാം. ഒന്നും പഠിക്കാൻ അറിയില്ല. സ്കൂളിൽ അച്ഛനമൊക്കെ ഭയങ്കര സങ്കടമായിരുന്നു. എപ്പോഴും ബാറ്റും ബോളും എടുത്ത് ഗ്രൗണ്ടിലേക്ക് പോകുന്ന സ്വഭാവമായിരുന്നു. അദ്ദേഹം ആരായി മാറി? അത് പാഷനായി ഏറ്റെടുത്തപ്പോ ക്രിക്കറ്റിന്റെ രാജകുമാരനായി അദ്ദേഹം ഇല്ലേ? അതുപോലെ ഡയറക്ട് സെല്ലിങ് നിങ്ങൾക്ക് വേണ്ടി ഒരു പാഷനായിട്ട് ഏറ്റെടുക്കുന്നില്ല പലരും. അതാണ് വിജയിക്കാതെ. ഒരു പാഷനായിട്ട് ഏറ്റെടുക്ക്. 100 കോടിയല്ല 1000 കോടി നേടാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ ഇന്ന് തിരിച്ചറിയണം ഇല്ലേ? ഇന്നലെ ഞാൻ കോട്ടയത്തായിരുന്നു. കോട്ടയത്ത് ഞാൻ ഒരു കുട്ടിയെ കുറിച്ച് ചോദിച്ചു. ഡാനിയ മറിയത്തെ കുറിച്ച് അറിയോന്ന് ചോദിച്ചു അവരോട്. കോട്ടയത്തായവരുണ്ട്. അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കും അറിയോ? ഇന്നലെ വന്നവരാരും പറയണ്ട. ഡാനിയ മറിയം കേട്ടിട്ടുണ്ടോ? ഇന്നലെ ഡാനിയ മറിയത്തിന്റെ 41ാം പിറന്നാളായിരുന്നു തിരുവല്ലക്കാരുത്തി. ആ ഡാനിയ മറിയത്തിന് സ്വന്തം ഭർത്താവ് 9.5 കോടിയുടെ കാറാണ് സമ്മാനിച്ചത്. റോൾസ് റോയ്സ് കാർ. സ്വന്തം ഭർത്താവ്. കേട്ടിട്ടുണ്ടോ? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഡാനിയ മറിയ ആരാണെന്ന് മനസ്സിലായോ? സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു കുട്ടി, പെൺകുട്ടി. സ്കൂളിൽ പഠിക്കുമ്പോൾ അവൾക്കൊരു ചാർട്ടേഡ് അക്കൗണ്ട് ആണെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ചാർട്ടേഡ് അക്കൗണ്ടാൻ പോയി പഠിച്ചു. മനസ്സിലായില്ലേ? അവസാനം ആരോ പിടിച്ചൊരു സിനിമയിലേക്ക് കൊണ്ടുപോയി. മനസ്സിനക്കരെ എന്ന് പറഞ്ഞ സിനിമ, എന്തോ സിനിമയാണെന്ന് തോന്നുന്നു. അതിനകത്തേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ആ കുട്ടി ഉണ്ടല്ലോ മലയാളക്കര വിട്ടിട്ട് തെലുങ്കിലേക്കും കന്നഡയിലേക്കും തമിഴിലേക്കും ഒക്കെ അഭിനയിക്കാൻ തുടങ്ങി. ഇന്ന് രജനീകാന്തിന്റെ ഒപ്പരം, ഷാറുഖ് ഖാന്റെ ഒപ്പരം ഇല്ലേ, മോഹൻലാലിന്റെയും മമ്മൂട്ടിക്കൊപ്പരം അഭിനയിച്ചു. ആ കുട്ടിയുടെ പേരാണ് എന്ത്? നയൻതാര. കേട്ടിട്ടുണ്ടോ നിങ്ങള്? നയൻതാര വെറും ചാർട്ടേഡ് അക്കൗണ്ടായിട്ട് ജീവിതം അവസാനിപ്പിച്ചിരുന്നെങ്കിലോ ഇന്ന് നയൻതാരയുടെ അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 235 കോടി രൂപയാണ്. 235 കോടി രൂപയാണ്. അടിച്ചു നോക്ക്. അതാണ് പാഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? ഏത് ഫീൽഡിലാണോ നിങ്ങൾ നിൽക്കുന്നത് അതൊരു പാഷനായിട്ട് എടുക്കണം. അതൊരു ഹൃദയത്തിലേക്ക് ചേർന്ന് അതിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. വെല്ലുവിളികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായപ്പോഴും അവരതിനകത്ത് അടിയുറച്ചു നിന്നു എന്നുള്ളതാണ് അല്ലേ? ആലോചിച്ച് നോക്കണം നമ്മള്. ഇവിടെയും വെല്ലുവിളികളും പ്രയാസങ്ങളും ഉണ്ടാവും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാവും. അപ്പൊ ഇട്ടേച്ച് പോകലല്ല വിജയം എന്ന് പറയുന്നത്. അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ആവേശത്തോടുകൂടിയും നെഞ്ചുറപ്പോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. നിങ്ങളുടെ ഇല്ലേ എല്ലാ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടത്തിന്റെയും ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അത്ഭുതകരമായ ഒരു വളർച്ചയിലേക്ക്, ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ പ്രോഗ്രാം സെന്ററുകളിലും നിങ്ങൾ സജീവമാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഞാനും നമ്മുടെ ടീമും ലീഡേഴ്സും കമ്പനിയും നിങ്ങൾക്ക് ഒരുക്കി തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു വലിയ പ്ലാനോട് കൂടിയിട്ട് വലിയ അച്ചീവ്മെന്റ്സ് സ്വപ്നം കണ്ടുകൊണ്ട് 100 കോടി എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താനും ഇല്ലേ, ഒരു 10,000-കണക്കിന് കോടീശ്വരന്മാരെ നമുക്ക് കേരളത്തിൽ ഡയറക്ട് സെല്ലിങ്ങിലൂടെ വരുന്ന 5 വർഷം കൊണ്ട് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഇബേഡ്.